CMS 3 ബഹിരാകാശം തൊട്ടു. സംസ്ഥാനത്ത് 5 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. നാവികസേനയ്ക്ക് വേണ്ടിയുള്ള വാർത്താവിനിമയ ഉപഗ്രഹം CMS 3 ബഹിരാകാശം തൊട്ടു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് വൈകിട്ട് 5:25 ISRO വിക്ഷേപണം നടത്തിയത്. 4400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം കടലിലും കരയിലും ഏത് കാലാവസ്ഥയിലും വാർത്താവിനിമയം സുഗമമാക്കും. സംസ്ഥാനത്ത് 5 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ 3 മെഡിക്കൽ വിദ്യാർത്ഥികളും ചിറ്റൂരിൽ 14 വയസ്സുകാരായ ഇരട്ട സഹോദരങ്ങളുമാണ് മുങ്ങിമരിച്ചത്. കർണാടക സ്വദേശികളായ അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ് പയ്യാമ്പലത്ത് മരിച്ചത്. ചിറ്റൂരിൽ 14 വയസ്സുകാരായ ഇരട്ട സഹോദരങ്ങളെയാണ് ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ച രാമനും ലക്ഷ്മണനും ചിറ്റൂർ സ്വദേശി കാശി വിശ്വനാഥന്റെ മക്കളാണ്. വടക്കു പടിഞ്ഞാറൻ മെക്സിക്കോയിലെ ഹെർമോസിലോ നഗരമധ്യത്തിലെ ഒരു ഡിസ്കൗണ്ട് സ്റ്റോറിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികളടക്കം 23 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. 1948 ജനിച്ച ചെല്ലൻ 2002 KSRTCയിൽ നിന്ന് പെയിന്ററായി വിരമിച്ച ശേഷം കോട്ടയം വടവാതൂരിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക്. 2026 തിരഞ്ഞെടുപ്പിനു ശേഷം SIR നടത്താമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 49 പാർട്ടികൾ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പ്രസംഗത്തിൽ PMA സലാമിനെതിരെ പോലീസിൽ പരാതി. വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് പരാതി നൽകിയത്. വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുൻ MLA കൂടിയായ KS ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ പ്രസിഡന്റ് K മുരളീധരനും തമ്മിൽ തർക്കം. ശബരിനാഥൻ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം K മുരളീധരനാണ് പുറത്തുവിട്ടത്. എന്നാൽ അങ്ങനെ ഒരു കാര്യം KPCC പ്രസിഡന്റായ താൻ അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ ടാൻസാനിയൻ തെരുവുകളിൽ കലാപം രൂക്ഷം. അക്രമത്തിൽ മരണം 800 കവിഞ്ഞു. 70 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന ടാൻസാനിയയുടെ തിരക്കേറിയ വാണിജ്യ തലസ്ഥാനമായ ഡാറസ്സലാം 3 ദിവസമായി അരാജകത്വത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മലയാളികളടക്കം 20,000-ഓളം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് ടാൻസാനിയ. ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 377.8 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 10 ജില്ലകളിലെ 82 റോഡുകൾക്കായാണ് തുക അനുവദിച്ചത്. ദുരന്തത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കെന്ന് ചിന്തിക്കണമെന്നും വിജയിയുടെ പ്രതികരണം എടുക്കണമെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. ദുരന്തത്തിൽ വിജയ് മാത്രമല്ല ഉത്തരവാദിയെന്നും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്നുമുള്ള നടൻ അജിത്തിന്റെ പ്രസ്താവനയോടാണ് ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണം. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.